أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദ് ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പിതാവിനോട് പറഞ്ഞു, ഞങ്ങളുടെ സഹോദരൻ യൂസഫിനെ ചെന്നായ പിടിച്ചു. തൻ്റെ പ്രിയപ്പെട്ട മകൻ മരണപ്പെട്ടു പോയി എന്ന സങ്കടത്താൽ, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന വല്ലാത്ത പ്രയാസത്താൽ കരഞ്ഞ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാഴ്ച ശക്തി വരെ നഷ്ടപ്പെട്ടു. അത്ഭുതമായ ഈ ചരിത്രം വിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫ് വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം മിസ്ർ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാവായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ പിതാവും സഹോദരങ്ങളും കണ്ടെത്തുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മകനെ ചെന്നായ പിടിച്ചു എന്ന് കളവ് പറഞ്ഞ സഹോദരങ്ങൾ ഈ പിതാവിന്റെ മുമ്പിൽ വല്ലാതായിപ്പോയി. അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ തൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ മുമ്പിൽ വന്നു പറഞ്ഞു, ഞങ്ങളോട് പൊറുക്കണേ, ഞങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയി, സംഭവിച്ചു പോയി. ഞങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കാൻ അല്ലാഹുവോട് അവിടുന്ന് ദുആ ചെയ്യണേ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ പ്രിയപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരങ്ങൾ പറയുമ്പോൾ, യാക്കൂബ് നബിയുടെ മക്കൾ പറയുമ്പോൾ, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറയുന്ന ഒരു മറുപടിയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല സൗഫ അസ്തഗ്ഫിറു ലക്കും റബ്ബി ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഞാൻ നിങ്ങൾക്ക് പിന്നീട് ദുആ ചെയ്യാം, പിന്നീട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്, പിന്നീട് എന്തിനാണ് ദുആ ചെയ്യുന്നത്? എന്താ ഇപ്പൊ ദുആ ചെയ്താൽ പിന്നീട് കൊണ്ടാണ് എന്താണ് ഉദ്ദേശിച്ചത്? മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുകയാണ്, തഹജ്ജുദിന്റെ സമയത്ത് ദുആ ചെയ്യാം എന്നാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചത്. ബുദ്ധിയുള്ളവർ അങ്ങനെയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ, മഹാനുഭാവന്മാർ, പ്രവാചകന്മാർ നല്ല നല്ല സമയങ്ങളും നല്ല നല്ല സന്ദർഭങ്ങളും നല്ല നല്ല മാസങ്ങളും നല്ല നല്ല ദിവസങ്ങളും തെരഞ്ഞെടുക്കുമായിരുന്നു ദുആ ചെയ്യാൻ വേണ്ടി, പാപം പൊറുക്കാൻ വേണ്ടി, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി. നമ്മുടെ ജീവിതത്തിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുമ്പോൾ നല്ല സന്ദർഭങ്ങൾ നോക്കിയെടുക്കുക, അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ്. എല്ലാ വ്യക്തികളും ഒരുപോലെയല്ല. ചില വ്യക്തികൾക്ക് ചില വ്യക്തികളെക്കാൾ അല്ലാഹു മഹത്വം കൊടുത്തു, ചില ദിവസങ്ങൾക്ക് ചില ദിവസങ്ങളെക്കാൾ അല്ലാഹു മഹത്വം കൊടുത്തു, ചില പത്തുകൾക്ക് ചില പത്തുകളേക്കാൾ അല്ലാഹു മഹത്വം കൊടുത്തു, ചില സ്ഥലങ്ങൾക്ക് മറ്റു ചില സ്ഥലങ്ങളെക്കാൾ അല്ലാഹു മഹത്വം കൊടുത്തു, ചില സന്ദർഭങ്ങൾക്ക് മറ്റു ചില സന്ദർഭങ്ങളെക്കാൾ മഹത്വം കൊടുത്തു, ചില മാസങ്ങൾക്ക് അല്ലാഹു മറ്റുള്ള മാസങ്ങളെക്കാൾ മഹത്വം കൊടുത്തു. പറഞ്ഞു വരുന്നത്, ബുദ്ധിയുള്ളവർക്ക് ഉപയോഗപ്പെടുത്താൻ ഏറ്റവും വലിയ ഒരു അവസരമായി പരിശുദ്ധമായ റജബ് മാസം ഇതാ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇന്ന ഇദ്ദത്തു ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ 4 മാസങ്ങൾ. അതിൽ ഒരു മാസമാണ് ചേർന്ന് കിടക്കുന്ന 3 മാസം, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഒറ്റപ്പെട്ട് കിടക്കുന്ന മറ്റൊരു മാസവും പരിശുദ്ധമായ റജബ്, റജബുൽ മുറജ്ജബ്, റജബുൻ ശഹ്റുല്ലാഹ്, അനുഗ്രഹീതമായ മാസം, അല്ലാഹുവിന്റെ മാസം, റമദാനിലേക്ക് മുന്നൊരുക്കം നടത്തേണ്ട മാസം, ഇസ്രാ മിഅ്റാജ് നടന്ന മാസം, ഒരുപാട് പ്രത്യേകതകളുള്ള ധാരാളം അല്ലാഹു ബറക്കത്ത് ചൊരിയുന്ന പരിശുദ്ധമായ റജബ്. ആ റജബിന്റെ രാപ്പകലുകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. എത്രയോ സഹോദരങ്ങളും സഹോദരിമാരും നിരന്തരം മെസ്സേജ് അയക്കാറുണ്ടല്ലോ. വാട്സപ്പിലൂടെയും യൂട്യൂബിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും പല കമന്റുകളിലൂടെയും
മെസ്സേജ് അയക്കാറുണ്ടല്ലോ, ദുആ വസിയത്ത് ചെയ്യാറുണ്ടല്ലോ. എത്ര സങ്കടങ്ങളാണ് നിരന്തരം പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല ആവശ്യങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൻ്റെ, അതുപോലെ കുടുംബജീവിതത്തിൻ്റെ, ജോലി സംബന്ധമായ, പഠന സംബന്ധമായ, കച്ചവടവുമായി ബന്ധപ്പെട്ട, രോഗവുമായി ബന്ധപ്പെട്ട, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ, കല്യാണവുമായി ബന്ധപ്പെട്ട, മക്കളില്ലാത്ത വിഷമങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് നമുക്ക് അതിലൂടെയൊക്കെ ആ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരം ഇതാ പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുന്നു. പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നാൽ കാട്ടറബികൾ പഴയ കാലം മുതലേ ആദരവുകൾ കൽപ്പിച്ചിരുന്നു. കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബികൾക്ക് ജീവനാണ് എന്നതുപോലെ യുദ്ധം എന്ന് പറഞ്ഞാൽ ഒറ്റക്കൊറ്റക്കും കൂട്ടം കൂട്ടമായി യുദ്ധത്തിന് പോയിരുന്ന അറബികൾ പരിശുദ്ധമായ റജബ് മാസത്തിൽ തന്റെ പിതാവിനെ കൊന്നവനെ കണ്ടാൽ പോലും പുറംതിരിഞ്ഞു നടക്കുമായിരുന്നു. റജബല്ലേ, അടുത്ത മാസമാകട്ടെ ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് മാറി നടക്കുമായിരുന്നു. പരിശുദ്ധമായ ഇസ്ലാം വന്നപ്പോൾ അതിന്റെ മഹത്വം കൂടി. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ്. റജബിന് മഹത്വം കൊടുത്തു വിശുദ്ധമായ ഇസ്ലാം. അള്ളാഹു പറഞ്ഞത്, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ റജബിൽ തെറ്റുകൾ ചെയ്യരുത്. സൽക്രമങ്ങൾ ചെയ്താൽ ഇരട്ടി പ്രതിഫലമാണ് എന്നതുപോലെ തന്നെ തെറ്റുകൾ ചെയ്താലും അതിൻ്റെ ഗൗരവം വലുതാണ്. അതുകൊണ്ട് തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടുന്ന മാസമാണ്, സൽക്രമങ്ങൾ അധികരിപ്പിക്കേണ്ട മാസമാണ്. ഈ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂല് അവിടുന്ന് ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അള്ളാഹുവേ ഞങ്ങൾക്ക് ഈ മാസത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. എന്താണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഇലാഹിയായ ഒരു അനുഗ്രഹമാണ്, അഭൗതികമായ അനുഗ്രഹമാണ്, നോക്കിയാൽ കാണുന്നതല്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഒരു വസ്തുവിൽ അള്ളാഹു ഇട്ടുതരലാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ. നമ്മുടെ മക്കളിൽ അള്ളാഹു ബറക്കത്ത് നൽകാൻ, നമ്മുടെ വീട്ടിൽ അള്ളാഹു ബറക്കത്ത് നൽകാൻ, നമ്മുടെ വാഹനത്തിൽ അള്ളാഹു ബറക്കത്ത് നൽകാൻ, നമ്മുടെ ജോലിയിൽ ബറക്കത്ത് നൽകാൻ, പഠനത്തിൽ ബറക്കത്ത് നൽകാൻ, ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകാൻ, നമ്മുടെ എല്ലാ വിഷയങ്ങളിലും സംരംഭങ്ങളിലും ഏർപ്പാടുകളിലും അള്ളാഹു ബറക്കത്ത് നൽകാൻ, ആത്മീയമായ ഗുണങ്ങൾ നേടിയെടുക്കാൻ, ഭൗതികപരമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് ഈ പരിശുദ്ധമായ മാസത്തിൽ 5 നേര നമസ്കാര ശേഷവും നമ്മൾ പതിവാക്കുക, ചൊല്ലുക, അള്ളാഹുവോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹു ബറക്കത്ത് നൽകും, അള്ളാഹു ഖൈർ നൽകും, അള്ളാഹു വിശാലത നൽകും, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും, അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പവിത്രമായ പരിശുദ്ധമായ മാസങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, നല്ല നല്ല സമയങ്ങളും സന്ദർഭങ്ങളും മാസങ്ങളും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ബുദ്ധിയുള്ളവരുടെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെയും പ്രവാചകന്മാരുടെയും കീഴ്വഴക്കമാണ്, ചര്യയാണ്, പതിവാണ്, ശീലമാണ്. ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.